അദ്ദേഹത്തിന് മറ്റു ചില പ്രതികളിൽ പോകേണ്ട നമ്മളൊപ്പം മറ്റൊരു ജനറൽ സെക്രട്ടറി അനൂപ് ആന്റണി കൂടി ചേരുകയാണ്. അനൂപ്, അഭിനന്ദനങ്ങൾ. ഏതായാലും അനൂപിനെ ഡൽഹിയിൽ പ്രവർത്തിക്കുന്നവർക്കറിയാം, കേരളത്തിലെ ബി ജെ പി പ്രവർത്തകർക്കും അറിയാം. പക്ഷേ അത്ര കേരളത്തിലെ രാഷ്ട്രീയത്തെ അത്ര പരിചയമില്ല. അനൂപിനെ എങ്ങനെയാണ് ഈ ഒരു പുതിയ പദവിയെ കാണുന്നത്? ഞാൻ പറഞ്ഞല്ലോ, ഇതിനൊരു പദവിയായിട്ടല്ല ഞാൻ കാണുന്നത്, ഇതിനൊരു ചുമതലയായിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം പാർട്ടിയെ സംബന്ധിച്ച് വളരെയധികം നിർണായകമായ ഒരു വഴിത്തിരിവിലാണ് പാർട്ടി നിൽക്കുന്നത്. എന്താ പറയുക, വളരെ ഇമ്പോർട്ടന്റ് മോഡിലാണ്. അതിന്റെ ഒരു തുടക്കമാണ് നാളെ അമിത്ഷാജി വന്ന് ഇവിടെ തുടങ്ങാൻ പോകുന്നത്. കാരണം ഏതാനും മാസങ്ങളേ ഉള്ളൂ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ട്. അതിനുശേഷം പിന്നെയും കുറച്ച് മാസങ്ങൾ മാത്രമേ ഉള്ളൂ അസംബ്ലി തെരഞ്ഞെടുപ്പിന്. ഇത്തവണ ഭാരതീയ ജനതാ പാർട്ടി നേരത്തെ പറഞ്ഞതുപോലെ ശ്രീ രാജീവ് ചന്ദ്രശേഖരയുടെ നേതൃത്വത്തിൽ ഒരു വലിയ വിജയമാണ് മനസ്സിൽ കണ്ടുകൊണ്ട് ലക്ഷ്യം മുന്നിൽ വെച്ചുകൊണ്ട് പോകുന്നത്. തെരഞ്ഞെടുപ്പിലാണോ നിയമസഭാ തെരഞ്ഞെടുപ്പിലുമാണോ? തീർച്ചയായിട്ടും രണ്ടിലും. അപ്പൊ ആ ഒരു വലിയൊരു വിജയം പാർട്ടിക്ക് നേടിക്കൊടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ചുമതല ലഭിച്ചതിന് അനുഗ്രഹമായിട്ടും വലിയൊരു ഉത്തരവാദിത്തോടും കൂടി ഞാൻ കാണുകയാണ്. ഈ രാജീവ് ചന്ദ്രശേഖർ ബി ജെ പിയുടെ അധ്യക്ഷനായ ശേഷം വരുന്ന വിമർശനങ്ങൾ, ഒരു കോർപ്പറേറ്റ് വൽക്കരിക്കപ്പെടുന്ന പാർട്ടി ഇതിന് വിമർശനമൊക്കെ വരുന്നുണ്ട്. അതിനെന്തിനും വസ്തുതയുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ തന്നെ വേണം? കുറച്ചുകൂടി പരമ്പരാഗത ശൈലിയിൽ നിന്നൊക്കെ മാറി ബി ജെ പിയുടെ പ്രവർത്തനം നമ്മൾ ദേശീയ തലത്തിലെ കാണും പോലെ കേരളവും മാറേണ്ടതുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അത് ഒരു ചിന്തയുടെ വ്യാപ്തി ഇല്ലാത്തവരാണ് ഈ കോർപ്പറേറ്റ് വൽക്കരണം എന്നുള്ള വാക്കുകളൊക്കെ ഉപയോഗിക്കുന്നത്. ചിലപ്പോൾ പ്രൊഫഷണലായിട്ട് പ്രവർത്തിക്കുന്നു പറഞ്ഞാൽ ഒരു പരിധിവരെ അംഗീകരിക്കാം. തീർച്ചയായിട്ടും കാലം മാറി. ഇപ്പോൾ നരേന്ദ്രമോദി 2014 വന്നപ്പോൾ സോഷ്യൽ മീഡിയ യുഗം തുടങ്ങിയത് അദ്ദേഹമാണ് രാഷ്ട്രീയത്തിൽ. എന്ന് പറയുന്നത് പോലെ ഇങ്ങനെയുള്ള ചിലർ വരുമ്പോൾ കാലം വഴിമാറുമെന്ന് പറയുന്നത് പോലെ കേരളത്തിലെ രാഷ്ട്രീയത്തിൽ ആദ്യമായിട്ട് വികസനത്തിന്റെ കാര്യം പറയാനും പെറ്റി പൊളിറ്റിക്സ് ഒഴിവാക്കാനും പ്രൊഫഷണലിസം കൊണ്ടുവരാനും വേണ്ടിയിട്ട് രാജീവ് ചന്ദ്രശേഖരൻ ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയും അങ്ങനെ ഒരു ചർച്ചയുണ്ട്. അതിനെ കോർപ്പറേറ്റ് വൽക്കരണം എന്നൊക്കെ പറഞ്ഞ് ഇവിടുത്തെ ഒരു ടിപ്പിക്കൽ ഒരു ഇടതുപക്ഷ ഒരു ചിന്താഗതി കാരണമാണ്, മറ്റൊന്നും കൊണ്ടല്ല. പാർട്ടിക്കുള്ളിൽ തന്നെ അത്ര വിമർശനം വന്നു എന്നാണ് ചോദിച്ചത്. ഏതായാലും അങ്ങനെ ഒരു പ്രൊഫഷണലിസം എന്തായാലും ഉണ്ടാകും. ഈ പുതിയ ടീം അതിന് കേപ്പബിൾ ആയ ടീമാണ്. തീർച്ചയായിട്ടും പൂർണ്ണമായിട്ടും ഹാർഡ് വർക്ക്, പൊളിറ്റിക്സ് ഓഫ് പെർഫോമൻസ്, ഇത് എപ്പോഴും രാജീവ്ജി പറയുന്ന ഒരു വാക്കുകളാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറയുന്ന വാക്കുകളുമാണ്. പൊളിറ്റിക്സ് ഓഫ് പെർഫോമൻസ് അദ്ദേഹത്തിന്റെ വാക്കാണ്. ഇപ്പോൾ പെർഫോം ചെയ്യുക, പാർട്ടി അധികാരത്തിലെത്തിക്കുക, വിജയിപ്പിക്കുക, ഇതിനു വേണ്ടിയിട്ട് പ്രൊഫഷണലായിട്ട് പ്രവർത്തിക്കുക, ഇതാണ് ഞങ്ങളുടെ ആശയം. എത്രത്തോളം സാധ്യമാണ്? തദ്ദേശ തെരഞ്ഞെടുപ്പൊക്കെ ബി ജെ പി നന്നായിട്ട് കഴിഞ്ഞ തവണയും പെർഫോം ചെയ്തു. ഇപ്പോൾ കൂടുതൽ സാധ്യതകളുണ്ട്. അതിനപ്പുറത്തേക്ക് നിയമസഭയിൽ എത്രത്തോളം സാധ്യമാണ് ഈ ഒരു ഭരണത്തിലേക്ക് വരിക? കാരണം കഴിഞ്ഞ തവണ 36 സീറ്റ് കിട്ടിയ ഭരണത്തിലേക്ക് വരുമെന്ന് പറഞ്ഞ ആളുകളൊക്കെ ഉണ്ട്. പക്ഷെ വളരെ പിന്നിലായി, ഒരു സീറ്റ് പോലും ഇല്ലാത്ത അവസ്ഥയായിപ്പോയി. എത്രത്തോളം പ്രായോഗികമാണ് ഈ ഒരു ലക്ഷ്യം? 2% മാത്രം ഉണ്ടായിരുന്ന ത്രിപുരയാണ് 5 വർഷം കഴിഞ്ഞപ്പോൾ അധികാരത്തിലേറിയത്. അപ്പോൾ അതുകൊണ്ട് രാഷ്ട്രീയത്തിൽ ഒന്നും അസംഭവമല്ല. അത് ഞങ്ങൾ തെളിയിക്കാൻ ചെയ്യും വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ. ആന്റണിയുടെ ആത്മവിശ്വാസം ഇപ്പോൾ ബി ജെ പിയുടെ മുതിർന്ന നേതാവ് കൂടിയായ MD രമേശ് അദ്ദേഹവും ഇവിടെ ഉണ്ട്. അദ്ദേഹം ചില തിരക്കുകളിലാണെന്ന് തോന്നുന്നു. അദ്ദേഹത്തിന്റെ പ്രതികരണം വളരെ പ്രധാനപ്പെട്ടതാണ്. അങ്ങ് വളരെ പരിചയസമ്പന്ന ബി ജെ പിയുടെ സംസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളുടെ ഒരാളാണ്. ഒരു പുതിയ പദവി കൂടി എത്തുന്നു, ഒരു പുതിയ ടീമിലേക്ക് അങ്ങ് വരുന്നു. എത്രത്തോളം പ്രതീക്ഷയുണ്ട്? പുതിയ പദവിയൊന്നുമില്ല. ഞാൻ കഴിഞ്ഞ കുറച്ച് വർഷമായിട്ട് ജനറൽ സെക്രട്ടറിയായി പ്രവർത്തിക്കുന്നു. ഈ പ്രാവശ്യം രാജീവ് ചന്ദ്രശേഖർജി പ്രസിഡന്റായപ്പോൾ അദ്ദേഹത്തിന്റെ കൂടെ പ്രവർത്തിക്കാൻ കൂടി അവസരം കിട്ടി. അത് സന്തോഷമുണ്ട്. ഭാരവാഹിത്വ പട്ടിക പൊതുവെ ഒരു സമുദ്രിതമായ പട്ടികയാണ്. സാധാരണ BJP എല്ലാ കാലഘട്ടത്തിലും ചെയ്യാറുള്ളത്. നിലവിലുള്ള ഭാരവാഹികൾ 50% നിലനിർത്തുകയോ 50% പുതിയ ആൾക്കാർക്ക് അവസരം കൊടുക്കുകയാണ് ചെയ്യുക എന്നുള്ളതാണ്. ഈ പ്രാവശ്യം പട്ടിക പരിശോധന നിങ്ങൾക്കറിയാം, കഴിഞ്ഞ 5 വർഷക്കാലം പ്രവർത്തിച്ച ഭാരവാഹികൾ 50% ആളുകളെ നിലനിർത്തിയിട്ടുണ്ട്. 50% ആളുകൾക്ക് അവസരം കൊടുത്തു. അങ്ങനെ അവസരം കൊടുത്തപ്പോഴും ഒരു മാനദണ്ഡം പാലിച്ചിട്ടുണ്ട്. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും ഒക്കെ തന്നെ നന്നായിട്ട് പെർഫോം ചെയ്ത ജില്ലാ പ്രസിഡന്റുമാർ, ആ ജില്ലാ പ്രസിഡന്റുമാർക്ക് പ്രൊമോഷൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ പുതുതായി പാർട്ടിയിലേക്ക് കടന്നു വന്നിട്ടുള്ള ആളുകൾക്ക് അവസരം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു സമുദ്രിതമായിട്ടുള്ള പട്ടികയാണ്. സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളെയും പരിഗണിച്ചുള്ള പട്ടികയാണ്. പാർട്ടിക്കകത്തെ സീനിയറും ജൂനിയറുമായിട്ടുള്ള എല്ലാ ആൾക്കാരെയും പരിഗണിച്ചുള്ള പട്ടികയാണ്. അതുകൊണ്ട് പുതിയ കാലഘട്ടത്തിലേക്ക് BJPയെ നയിക്കാൻ സാധിക്കുന്ന ഒരു പട്ടിക തന്നെയാണ് സംസ്ഥാന അധ്യക്ഷൻ നിശ്ചയിച്ചുള്ളതാണ് ഒറ്റ നോട്ടത്തിൽ നമുക്ക് മനസ്സിലാവുക.